ഹായ് ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രുക്കുവിൻ്റെ അഭിനയം കണ്ടിട്ട് അർച്ചന തന്നെ അന്തം വിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. ഇവളങ്ങ് ആടിത്തമർക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തായാലും നിൽക്കട്ടെ, ഇനി എത്ര വരെ പോകുന്നു നോക്കട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും രുക്കു ഇങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ, ഇതുവരെ നിൻ്റെ ഛർദ്ദൽ മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ചേച്ചി, പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, എന്നാലല്ലേ കാര്യമുള്ളൂ എന്ന രീതിയിലൊക്കെ അർച്ചന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ചെല്ല്, നോക്കട്ടെ ഞാൻ ഇവളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. എന്തായാലും ഇന്ന് ഡോക്ടറെ കാണാൻ പോവേണ്ടതല്ലേ, എന്തായാലും ചെല്ല്, നിങ്ങൾക്കൊരു ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചന അങ്ങ് പറഞ്ഞയച്ച് വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ രുക്കു ഇതിപ്പോൾ പൊളിച്ചു, കാരണം അർച്ചന വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അച്ചുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഞാൻ രുക്കുവിനെ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. അയ്യോ ചേച്ചി, ഞങ്ങൾ പൊയ്ക്കോളാം, അതൊന്നും സാരില്ല, ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരാനായിട്ട് പോകുന്നുണ്ട്, എനിക്കും അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണ്ടേ, ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങളും ഒക്കെ അറിയണം, അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേനും ചായയായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ചേച്ചി അവൾക്ക് ചായ കൊടുക്കട്ടെ, ഇപ്പം അവൾക്ക് വേണ്ടത് ചായയല്ല, ഛർദ്ദൽ മാറാനുള്ള ഒരു പ്രത്യേക തരം മരുന്നാണ്. അതെന്ത് മരുന്നാ, നീ അതിങ്ങ് തന്നേ, അതൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നു. അങ്ങനെ രുക്കുവിനോട് ചെന്നിട്ട് അച്ചു പറയുന്നുണ്ട്, എല്ലാ പ്ലാനും പൊളിയാൻ പോവുകയാണ്, ചേച്ചി നമ്മുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണെന്ന് പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് രുക്കു നിന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാം അവസാനിച്ച് പോകുമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ ചേച്ചീൻ്റെ ഒരു കാര്യം നീ അതിനെ പറഞ്ഞ് തടുക്കാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. രാവിലെ തന്നെ ഛർദ്ദിച്ച് ഞാനൊരു സൈഡായി, ഇനി എനിക്ക് വയ്യ, ഇനിയിപ്പോൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, ചേച്ചിയുടെ മുന്നിൽ ഒരുപാട് കള്ളം പറഞ്ഞ് നിൽക്കാനും പറ്റില്ല, എന്തായാലും ചേച്ചി ഒഴിവാക്കാനുള്ള വഴി എനിക്കറിയാം, നീ കണ്ടോ അച്ചു എന്ന് പറഞ്ഞിട്ട് രുക്കു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അങ്ങനെ അർച്ചന ആ ഒരു ജ്യൂസുമായിട്ട് വരുന്നത് കേട്ടോ. അത് ഭയങ്കര കയ്പുള്ള കാഞ്ഞിരക്കായ അരച്ച് ചേർത്തിട്ടുള്ളൊരു ജ്യൂസാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ രുക്കുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഛർദ്ദൽ മാറിയോ രുക്കു? ഇല്ല ചേച്ചി, എനിക്ക് തീരെ വയ്യ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അതിപ്പം മാറും, ദാ നീ ഈ ജ്യൂസ് കുടിച്ചേന്ന് പറയുന്നുണ്ട്. ഇതെന്ത് ജ്യൂസാണ് ചേച്ചി? ഇതൊരു പ്രത്യേക തരം മരുന്നാണ്, വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ലതാണ്, പെട്ടെന്ന് തന്നെ നിൻ്റെ ക്ഷീണവും തളർച്ചയും ഛർദ്ദലും എല്ലാം നിൽക്കുമെന്ന് പറയുന്നു. എന്നാലും ഇത് കാഞ്ഞിരക്കായ അരച്ച് ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണെന്ന് പറയുന്നു. അയ്യോ ഇത് കയ്പല്ലേ എന്ന് പറയുന്നുണ്ട്. കയ്പോ? ആ, ഒരു കാര്യമുണ്ട്, കയ്പൊക്കെ തന്നെയാണ്, പക്ഷേ ഗർഭിണികൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കില്ല, അല്ലാതെ ഗർഭിണി അല്ലാത്ത ആൾക്കാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഞാനേ ചിന്നുമോള് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ക്ഷീണം മാറാനും ഛർദ്ദൽ മാറാനും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നീ ഇത് അങ്ങ് കുടിച്ച്, എനിക്ക് പറ്റില്ല അച്ചു. അച്ചുവിനോട് അങ്ങനെ പറയുന്നുണ്ട്. അച്ചു എന്ത് പറഞ്ഞിട്ടും അർച്ചന ഏൽക്കുന്നില്ല. നീ കുടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, അല്ല ചേച്ചി ഞാൻ കുടിച്ചോളാം. ഇല്ല ഇല്ല, കുടിക്കുക പറയുന്നു. അങ്ങനെ കയ്പുണ്ടാവില്ലേ, നീ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല, കുടിച്ചേക്കെന്ന് പറയുന്നു. അച്ചുവിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അച്ചു പറയും കുടിച്ചേക്കെന്ന് പറയുന്നു. അങ്ങനെ അവളെ കൊണ്ട് ആ ഒരു കയ്പുള്ള ജ്യൂസ് കുടിപ്പിക്കുകയാട്ടോ ചെയ്യുന്നത്. നിനക്ക് ഇങ്ങനെ തന്നെ വേണടി എന്ന രീതിയിൽ അർച്ചന മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എങ്ങനെയുണ്ട് ഇപ്പോൾ? അല്ല, ഇപ്പം കയ്പില്ല, എനിക്ക് കയ്പ്പ് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഛർദ്ദൽ ഇനി മാറിയിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ, അപ്പം നമുക്കൊരു ഗ്ലാസ് കൂടി എടുക്കാം. എൻ്റെ തളർച്ചയും ക്ഷീണമൊക്കെ മാറി ചേച്ചി, എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേഗം റെഡിയാകുക, 10:30 കേട്ടോ, മറക്കരുത് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അർച്ചന അങ്ങ് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ വീണ്ടും ഛർദ്ദിക്കുകയാണ്, കാരണം കയ്പുള്ളതല്ലേ കുടിച്ചേക്കുന്നത്. അതിനുശേഷം തന്നെ നിൻ്റെ ചേച്ചീനെ കൂടി ഞാൻ തോറ്റു, ഇനി എന്താ ചെയ്യുക, മനുഷ്യനാകെ ഛർദ്ദിച്ച് ആകെ വശം കെട്ടുപോയി എന്ന് പറയുന്നുണ്ട്. ചേച്ചി വന്നാൽ ആകെ കുളമാവും, വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. ഒരു കാര്യം ചെയ്യാൻ പറ്റും എനിക്ക്, ചേച്ചിയെ തടുക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ കണ്ടോ? അങ്ങനെ ചന്ദ്രയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ ചേച്ചി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ, എന്താ അർച്ചനയ്ക്കിന്ന് കോടതിയിൽ പോകാൻ എനിക്ക് പറ്റില്ലേ, അവൾ എന്താ നിൻ്റെ പിറകെ വരുന്നത്, എനിക്കറിയില്ല, ഇതിന്ന് എന്നെ രക്ഷപ്പെടുത്തി ചേച്ചിയെ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം, ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അമ്മാവന്മാരൊക്കെ ചിന്നുവിനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ചിന്നുവിന് കൈ പൊള്ളിയിരിക്കുന്നൊക്കെ ഏകദേശം സുഖപ്പെട്ട് വന്നു. ഇന്ന് കോളേജിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്.
ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ, ഞങ്ങൾ വിഷമിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന വരുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്താ ഓഫീസിൽ പോകാനായില്ലേ? ഞാനൊരു സ്ഥലം വരെ പോവാം, ഹോസ്പിറ്റൽ വരെ. എന്താണ് ചേച്ചി? നമ്മൾ രുക്കൂനെ കൊണ്ടേ അവൾക്ക് ഇന്ന് ചെക്കപ്പിൻ്റെ ഡേറ്റാണ്, ഞാനും കൂടെ കൂടെ പോകാമെന്ന് കരുതി. അവളോട് റെഡിയായി വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് അച്ചു അങ്ങോട്ട് വരുന്നുണ്ട്. എവിടെ രുക്കു? അവൾ റെഡി ആയിട്ടില്ല, അവൾക്ക് ഇപ്പോൾ വരാൻ താല്പര്യമില്ല, ഒട്ടും ക്ഷീണമാണ് അവൾക്ക്. ഈ സമയത്തല്ലേടാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്, വയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. ഇവരിങ്ങോട്ട് ആരെ കെട്ടിയെടുക്കാൻ വിചാരിച്ചത്? ഞാൻ നിങ്ങളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ രുക്കുവിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. അവൾക്ക് വയ്യാന്ന് കേട്ടു. അതാരായിരിക്കും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? അച്ചുവല്ല, രുക്കു തന്നെയായിരിക്കും അല്ലേ? എന്തായാലും അവളെ കണ്ടിട്ട് ഞാൻ പൊക്കോളാന്ന് പറയുന്നു. അതിന് രുക്കുവിനെ കാണാനായിട്ട് ചെല്ലുന്നു കേട്ടോ. അപ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്ത് ചേച്ചി ചെയ്യുക, ആകെ പ്രശ്നത്തിലാണ്. അർച്ചന ചേച്ചി വന്നു കഴിഞ്ഞാൽ എല്ലാം പൊളിയും. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർച്ചന കൂടെ വരില്ല എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പറയുന്ന കേട്ടിട്ട് അച്ചു പറയുന്നുണ്ട്, ആ ചേച്ചി ഇതൊക്കെ ശരിയാവുമോ? ചേച്ചി ആഗ്രഹിച്ച് നടത്തിയിട്ടേ അടങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർച്ചന എന്തായാലും നിങ്ങളുടെ കൂടെ വരില്ല. എന്തായാലും അച്ചു ചെല്ല്, എന്നിട്ട് അവളോട് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം തന്നെ അർച്ചന അവിടേക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അച്ചു അവളെവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ വേഗം നമുക്ക് പോകാം ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുന്നുണ്ട്. ചേച്ചി വരണ്ട എന്ന് അച്ചു പറയുന്നുണ്ട്. അതെന്താടാ? ചന്ദ്രേച്ചി കൂട്ടിയിട്ട് പൊക്കോളാന്ന് പറയുന്നുണ്ട്. അതെന്താ പുതിയൊരു തീരുമാനം? അത് എൻ്റെ തീരുമാനമാണ്, ഞാൻ രുക്കുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ തീരുമാനിച്ചത്. അത് ചേച്ചി ഓഫീസിൽ പോയിക്കോ, എന്തായാലും ഞങ്ങളെന്തായാലും പോയിട്ട് വരാം ചേച്ചി എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അർച്ചനയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങനെയൊന്ന് നടത്തിയിരിക്കുന്നത്. പക്ഷെ അർച്ചന അവരങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. അർച്ചന എന്തെങ്കിലും ഒരു ഉപായം കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നേരത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ.